കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കോട്ടയം സഭയിലെ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും സകല വിശുദ്ധന്മാർക്കും ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കോട്ടയം സഭയുടെ ഈ ദൈവവചന പരമ്പരയിൽ ഒരു ഭാഗം എനിക്കും ഉണ്ടാകുവാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസിന്റെ ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും വളരെ അത്യാവശ്യമായ നമ്മെ അനുദിനം വലിയ പ്രയാസത്തിലൂടെ വിടുവാൻ ഇടയായിത്തീരുന്ന പല ഉപദേശ വൈകല്യങ്ങളെ കുറിച്ചുമാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞത്. നമ്മളുടെ വിഷയം യൂദായുടെ ലേഖനത്തിലെ അതിവിശുദ്ധ വിശ്വാസം അഥവാ ഉപദേശം എന്നുള്ളതാണല്ലോ. അതിൽ നമ്മൾ 4 കാര്യങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് നമുക്കുള്ളത്. ഒന്ന്, ഒരിക്കലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. 2, ദുരുപദേശത്തിന്റെ നുഴഞ്ഞുകയറ്റം. 3, ദുരുപദേശത്തിന് വരുന്ന ശിക്ഷാവിധി. 4, അപ്പോസ്തലന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശം ഓർക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ക്രിസ്തീയ ജീവിതം ധന്യമാക്കി തീർക്കുക. ഇങ്ങനെ 4 വിഷയങ്ങളിൽ ഏതാണ്ട് 2 വിഷയങ്ങൾ നാം ഏകദേശം പൂർത്തീകരിച്ചു എന്ന് പറയാവുന്നതാണ്. 2ാമത്തെ വിഷയമായ ദുരുപദേശത്തിന്റെ നുഴഞ്ഞുകയറ്റം എന്നുള്ള വിഷയത്തിൽ അനേക വിഷയങ്ങൾ നാം ചിന്തിച്ചു. അവസാനമായിട്ട് നാം ചിന്തിച്ച് നിർത്തിയത് ഉപേക്ഷണ കല്യാണം എന്ന പേര് കൊടുത്തിരിക്കുന്ന ആ ഏറ്റവും ധർമ്മവിരുദ്ധമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. അതില് ഒരു വിശ്വാസി അവർ സ്വന്തം ഭാര്യയോ സ്വന്തം ഭർത്താവിനെയോ ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്ത് ജീവിക്കുന്നത് വചനവിരുദ്ധമാണെന്നും അത് ധർമ്മവിരുദ്ധമാണെന്നും അത് വ്യഭിചാരമാണെന്നും ഉള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. ഇനിയും അതിലെ 2 വിഷയങ്ങൾ കൂടെ നാം ചിന്തിച്ച് ആണ് അടുത്ത വിഷയത്തിലേക്ക് പോകേണ്ടത്. അതിലെ ഒരു വിഷയം എന്നുള്ളത്, ഒരു വ്യക്തി വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്ഥലം സഭയുടെ കൂട്ടായ്മയിലേക്ക് വരുവാൻ കഴിയുമോ എന്നതാണ് ഒരു വിഷയം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. 2ാമത്തെ വിവാഹത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന പേര് പ്രേമ കല്യാണം എന്നുള്ളതാണ്. പ്രേമിച്ച് കല്യാണം കഴിക്കുകയും അങ്ങനെയുള്ളവരെ സ്ഥലം സഭ എന്ത് ചെയ്യുകയും ചെയ്യണം എന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം എന്ന താല്പര്യത്തോടു കൂടിയാണ് ആ വിഷയവും നാം വിചിന്തനം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇതിൽ 1ാമത്തെ വിഷയമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തിലേക്ക് ഉള്ള വരവിനോട് ബന്ധപ്പെട്ട് അവൻ അതിനു മുമ്പ് അവന്റെ സ്വാഭാവികമായ ഈ ലോക ജീവിതത്തിൽ നിരവധി പാപവഴികളിൽ സഞ്ചരിക്കുന്നവനാണ്, പാപത്തിൽ ജീവിക്കുന്നവനാണ്, പാപത്തിന് മോചനം ലഭിച്ചിട്ടില്ലാത്തവനാണ്. അങ്ങനെയുള്ള വ്യക്തി തന്റെ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നത്, അതിനുശേഷമാണ് അവർക്ക് വിശ്വാസത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്, കർത്താവിനെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് അവരോടുള്ള ബന്ധത്തിൽ നാം എന്ത് ചെയ്യണം എന്നത് വലിയ ഒരു ചോദ്യമാണ്. അനേകർക്കത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. അനേകരും പറയുന്നത് അവർ വിശ്വാസത്തിന് മുമ്പുണ്ടായിരുന്നത് കൊണ്ട് അവർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവരോട് ക്ഷമിക്കുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല, അതുകൊണ്ട് അവരെ അതേ നിലയിൽ തന്നെ സഭാ കൂട്ടായ്മയിൽ കൂട്ടിക്കൊണ്ടുപോകാം. അഥവാ അവര് കർത്താവിനെ ഏറ്റുപറഞ്ഞു സ്വീകരിക്കുന്നു, അവർ സ്നാനപ്പെടുന്നു,
സ്ഥലസഭാ കൂട്ടായ്മയിലേക്ക് അവർ വരുന്നു. അങ്ങനെയുള്ളവരെ സ്ഥലസഭാ കൂട്ടായ്മയിൽ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ വാദിക്കുകയും അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വചനം വളരെ വ്യക്തമായി പറയുന്ന ആ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആ വിഷയം, അത് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു വ്യക്തിയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും ആ കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്നത് വ്യഭിചാരമാണ് എന്ന് കർത്താവും അപ്പോസ്തലനായ പൗലോസും പഠിപ്പിച്ച് നാം കണ്ടുകഴിഞ്ഞു. ഇനിയും ഇതിലെ ഒരു വ്യത്യാസമുള്ളത് അവര് അജ്ഞാന കാലത്താണ് അത് ചെയ്തത് എന്നതാണ്. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരാൾക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അത് ശരിയാണ്. അറിവില്ലായ്മ, അജ്ഞാന കാലത്ത് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകളൊക്കെ ദൈവം കണക്കിലെടുക്കാതെ അവർക്ക് രക്ഷ നൽകാനായിട്ട് ദൈവം തയ്യാറാണ്. പക്ഷേ അതിനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരപ്പെടണം എന്നുള്ളത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യൻ അവന്റെ പാപത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യത്തോടുകൂടെ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. ആ മാറ്റമാണ്, മനസ്സിനുണ്ടാകുന്ന ആ മാറ്റമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു വ്യക്തി പാപത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ പോരാ, പാപത്തെ ഏറ്റുപറഞ്ഞാൽ പോരാ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഒരു മദ്യപാനി കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ ആ മദ്യപാനിയോട് നാം കർത്താവിനെ കുറിച്ച് പറയുന്നു, കർത്താവിനെ സ്വീകരിക്കുന്നു, ആ മദ്യപാനം അവൻ എന്നേക്കുമായി വേണ്ട എന്ന് വെക്കുന്നു. മദ്യം പാനം ചെയ്തുകൊണ്ട് സ്ഥലം സഭാ കൂട്ടായ്മയിൽ തുടരുവാൻ ഒരു സ്ഥലം സഭയും അനുവദിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് സ്വാഭാവികമായ കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഏത് പാപവും. ഇവിടെ ഈ വ്യക്തികൾ ചെയ്തുകൊണ്ടിരുന്നത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരത്തിൽ തുടരുന്ന വ്യക്തികൾ സ്ഥലം സഭാ കൂട്ടായ്മയിലും തുടരുക എന്നുള്ളത് വളരെ വൈരുദ്ധ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ള വ്യക്തികൾ സഭാ കൂട്ടായ്മയിൽ ഉണ്ടാകുവാൻ പാടില്ല. അപ്പോൾ ഒരു വിഷയം, ഇത് അജ്ഞാനകാലത്ത് അവർക്ക് സംഭവിച്ച കാര്യമല്ലേ, അതുകൊണ്ട് അത് ദൈവം ക്ഷമിക്കയില്ലേ എന്ന ചോദ്യമാണ്. മാനസാന്തരപ്പെട്ടാലേ ക്ഷമിക്കൂ എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അവിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഹെരോദാവിന്റെ അനുഭവം നമുക്കെടുക്കാം. യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിനെ ശാസിക്കുന്നു. കാരണം ഹെരോദാവ് തന്റെ ഭാര്യയെ വിട്ടിട്ട് തന്റെ സഹോദരന്റെ ഭാര്യയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഹെരോദാവ് രക്ഷിക്കപ്പെട്ടയാളല്ല, വിശ്വാസിയല്ല. അദ്ദേഹം ചെയ്ത കാര്യത്തെ യോഹന്നാൻ സ്നാപകൻ ഇതിനാണ് കുറ്റം പറഞ്ഞത്. അത് കേവലം വിശ്വാസികളോട് മാത്രമുള്ള കാര്യമാണെങ്കിൽ അവിശ്വാസിയായ ഹെരോദാവിന്റെ വിവാഹ കാര്യത്തിൽ അഭിപ്രായം പറയാൻ, അതിനെ കുറ്റപ്പെടുത്താൻ, അവനെ ശാസിക്കുവാൻ യോഹന്നാന് യാതൊരു അവകാശവുമില്ല. യോഹന്നാന് ചെയ്തതിന്റെ ഫലമായിട്ട് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. അതെപ്പോഴും അങ്ങനെയാണ്. സത്യം പറയുമ്പോൾ ആ സത്യം പറയുന്നവർക്കെതിരെ അപവാദം പറയുവാനും അവരെ കുറ്റപ്പെടുത്തുവാനും അവരെ ഉപദ്രവിക്കുവാനും വേണ്ടി വന്നാൽ അവരെ കൊന്നുകളയുവാനും തയ്യാറുള്ള ആളുകളാണ് ലോകത്തിലുള്ളത്. വിശ്വാസികളുടെ ഇടയിലും അങ്ങനെയുള്ളവരെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ അതൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ച് അവൻ സത്യം പറയാതിരുന്നില്ല.
രാജാവിനോടാണ് വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞത്, നീ ചെയ്യുന്നത് തെറ്റാണ്, അത് പാപമാണ് എന്ന് പറയാനിടയായി തീർന്നത്. ഈ നിലയിൽ ഈ തെറ്റ് ചെയ്യുന്നവരോട് ധൈര്യമായിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ്, അതുകൊണ്ട് നിനക്ക് സ്ഥലം സഭയിൽ കൂട്ടായ്മ തരാൻ സാധ്യമല്ല എന്ന് തുറന്നു പറയാൻ ആർജവത്വം കാണിക്കേണ്ടത് ദൈവജനമാണ്, ദൈവദാസന്മാരാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റൊരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിന് 38 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പാപിനിയായ സ്ത്രീ, അവൾ കർത്താവിന്റെ കാൽക്കൽ വന്നിരുന്ന് കണ്ണുനീര് കൊണ്ട് അവന്റെ പാദങ്ങൾ തുടച്ച്, തലമുടി കൊണ്ട് തുടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. അവളെ പട്ടണത്തിലേക്കും പാപിനിയായ സ്ത്രീ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പരീശനും അങ്ങനെയാണ് പറഞ്ഞത്. പരീശന്റെ വീട്ടിൽ സദ്യക്കിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ വന്ന് കർത്താവിന്റെ പുറകിൽ ഇരുന്ന് അവന്റെ കാലുകൾ കണ്ണുനീര് കൊണ്ട് നനച്ച് തലമുടി കൊണ്ട് തുടച്ച് കൊണ്ടിരുന്നത്. ഈ സ്ത്രീയെ നമുക്കിതിനു മുമ്പ് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, വ്യഭിചാരം ചെയ്ത ഒരു സ്ത്രീയെ ആളുകൾ പിടിച്ച് യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്തു പറയുന്നു എന്ന് കർത്താവിനോട് ചോദിച്ച സംഭവം നമുക്കറിയാം. കർത്താവ് അതിന് മറുപടി പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. പാപമില്ലാത്തവരായിട്ട് ആരുമില്ലായിരുന്നു. എല്ലാവരും ഇതുപോലെയുള്ള പല കുരുത്തക്കേടുകളും കാണിക്കുന്നവരായിരുന്നു. ആ കുറ്റബോധം കൊണ്ട് ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും പിരിഞ്ഞുപോയി സ്ത്രീ മാത്രമായി ശേഷിച്ചു. കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞത്, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഞാനും വിധിക്കുന്നില്ല, നീ പോകാം, നീ പോയി പഴയതുപോലെ ജീവിച്ചുകൊള്ളാനല്ല കർത്താവ് അവളോട് പറഞ്ഞത്. നീ മേലാൽ പാപം ചെയ്യരുത്, ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിട്ട ആ സ്ത്രീ ആയിരിക്കണം. വ്യക്തമായ തെളിവ് നമുക്കില്ല, എങ്കിലും അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അവൾ കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുകയാണ്. അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി. അവളൊരു പുതിയ വ്യക്തിയായി തീർന്നു. പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കർത്താവിന്റെ കാൽക്കൽ വന്ന് അവന്റെ കാൽ പിടിച്ച് ചുംബിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പരീശൻ പറയുന്നത്, ഇവൾ ആരാണെന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ തൊടുവാനായിട്ട് അവളെ സമ്മതിക്കുമായിരുന്നില്ല എന്നാണ്. ശരിയാണ്, നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. പക്ഷെ അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു കർത്താവ്. അതുകൊണ്ട് ഇനിയും പാപം ചെയ്യരുത് എന്ന വലിയ ഉപദേശം അവിടെയുണ്ട്. അതാണ് മാനസാന്തരം. നീ ചെയ്തുകൊണ്ടിരുന്ന പാപം പൂർണ്ണമായും ഉപേക്ഷിക്കണം. ആ പാപം തുടരുവാൻ പാടില്ല. അതുകൊണ്ട് ഈ അവിശ്വാസിയായ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അല്ലെ ഒരു കുടുംബം, ഒരു സ്ത്രീ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടാം. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവൾ മാനസാന്തരപ്പെടണം, അവൻ മാനസാന്തരപ്പെടണം. ആ പുതിയ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് അവൻ സാധിക്കണം. കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ചെയ്തുകൊണ്ടിരുന്ന ആ വ്യഭിചാര വൃത്തി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവനോടുകൂടെ താമസിക്കുന്ന ആ സ്ത്രീയെ അവനിൽ നിന്ന് മാറ്റി നിർത്തണം. അവളെ സംരക്ഷിക്കുകയോ അവൾക്ക് ആവശ്യമായ ഭൗതികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യാം. പക്ഷേ അവന്റെ ഭാര്യയായി അവനോടുകൂടെ ജീവിക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല. ആ ഭാര്യ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ആളുകൾ പലരും വലിയ സഹതാപത്തോടുകൂടെ പറയുന്നതാണ്, അയ്യോ അതെങ്ങനെ സാധിക്കും, ആ സ്ത്രീയെ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്ന? മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ? ഉപേക്ഷിക്കാം എന്നുള്ളതിന് ഉദാഹരണമുണ്ട്. അബ്രഹാമിന് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ, സാറായി ആയിരുന്നു. ആ സാറ നിമിത്തം ഹാഗാർ എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയെ കൂടെ ഉണ്ടായി. പക്ഷേ സാറായി പറയുകയാണ്, ഹാഗാറിനെയും അവൾക്കുണ്ടായ മകനെയും പുറത്താക്കി കളയണം. ദൈവം അവനോട് പറഞ്ഞു, നീ സാറ പറഞ്ഞ കാര്യത്തെ വിഷമിക്കേണ്ട, അത് അനുസരിക്കണം. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെയും മകനെയും പുറത്താക്കി കളയണം. അബ്രഹാം അവരെ പുറത്താക്കിയതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സത്യക്രിസ്ത്യാനി, ഒരു ദൈവപൈതൽ, കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വിശുദ്ധൻ, അവന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അങ്ങനെ ആ ഭാര്യയും മക്കളെയും മാറ്റി നിർത്തുന്നതിന് എന്താണ് തടസ്സമായിട്ടുള്ളത്? പക്ഷേ അതിനുള്ള മനസ്സും അതിനുള്ള ബോധ്യവും ഉണ്ടാകണമെന്ന് മാത്രമാണ്. അത് ചെയ്യുവാൻ ചില ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അത് വേണ്ട
നീ അവരെ അങ്ങനെ ഉപേക്ഷിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന ദൈവദാസന്മാരുമുണ്ട്. അതാണ് വളരെ ശോചനീയമായിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പൂർണ്ണമായും നാം അനുസരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഇവിടെ മാനുഷിക സഹതാപമോ മാനുഷിക പരിഗണനയോ ഒന്നുമല്ല നമുക്കിവിടെ ആവശ്യമായിരിക്കുന്നത്. ഇവിടെ ദൈവവചനത്തിന്റെ ഘനതരമായ അവസ്ഥയാണ്. ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവവചനം വളരെ ശക്തമായി നമ്മോട് പറയുന്നതാണ്, യാ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. അതുകൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ അവന്റെ തെറ്റായിരിക്കുന്ന നടപടി പരിപൂർണമായും വിട്ടുകളയണം എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ നാം ദൈവസന്നിധിയിൽ സമർപ്പണത്തോടു കൂടിയുള്ള തീരുമാനമുണ്ടാകണം. അങ്ങനെ കർത്താവിനെ സേവിച്ച് നാം ജീവിക്കണം. നമ്മളുടെ സ്ഥലം സഭകൾ വിശുദ്ധി പാലിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവത്തിൽ എത്തിച്ചേരണമെന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അല്ലെങ്കിൽ ആളുകൾക്കുള്ള ഒരു വലിയ സംശയമാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അതൊന്ന് സ്പർശിച്ചു പോയിരുന്നു. പരീശന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് ഏത് കാര്യം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നത് വ്യഭിചാരമാണ്. ആദിയിൽ ഭാര്യ ഉപേക്ഷിക്കുന്ന സ്ഥിതി ഇല്ലായിരുന്നു. മോശയാണെങ്കിലും നിങ്ങൾക്ക് അനുവാദം തന്ന നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, അനേകരുടെ വിഷയം, അനേകർക്കുള്ള സംശയം അല്ലെങ്കിൽ അനേകർക്കുള്ള പ്രയാസം, കർത്താവ് പറഞ്ഞു പരസംഗ നിമിത്തം ഭാര്യ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കാം. ഇവിടെ പരസംഗം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമാണ്. എന്നാൽ നാം അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. പരസംഗം എന്ന് പറയുന്ന അവിവാഹിതർ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണെന്നും വ്യഭിചാരം എന്നുള്ളത് വിവാഹിതർ സ്വന്തം ഇണയുമായി അല്ലാതെയുള്ള ബന്ധമാണ് എന്നും നാം കാണുവാനിടയായി. കർത്താവ് പറഞ്ഞത് പരസംഗം എന്ന് പറയുന്നത് അവിവാഹിതർ തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടാൽ 1 വർഷത്തിനുള്ളിൽ അവരുടെ വിവാഹം നടന്നാൽ മതി, യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചും അവരുടെ രീതി അനുസരിച്ചും. അങ്ങനെയുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു വ്യക്തി തെറ്റു ചെയ്താൽ ആ വിവാഹ ബന്ധത്തിൽ നിന്ന്, വിവാഹ ആലോചനയിൽ നിന്ന്, വിവാഹ ഉടമ്പടിയിൽ നിന്ന് ആ മറ്റേയാൾക്ക് പുറത്തേക്ക് പോകാം. വ്യവസ്ഥ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ അങ്ങനെ ചെയ്താൽ, ഒരു കന്യക അങ്ങനെ ചെയ്താൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. രണ്ടുപേരെയും, ആ തെറ്റ് ചെയ്തവരെയും കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് വ്യവസ്ഥ. മറ്റൊന്നുള്ളത് മനഃപൂർവ്വമായിട്ട് അവരെ ഉപേക്ഷിക്കാം, ആ വിവാഹത്തിൽ നിന്ന് അയാൾക്ക് പുറത്തു പോകാം. ഇതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കളുടെ. അവർ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതിനു ശേഷം യോസെഫ് വിചാരിച്ചു ഇവൾ പരസംഗം നിമിത്തം ഗർഭിണിയായി, അതുകൊണ്ട് രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കാനായിട്ട് യോസെഫ് തീരുമാനിച്ചു. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ അവനോട് സംസാരിച്ചത് നമുക്കറിയാം. നീ അവളെ ഉപേക്ഷിക്കരുത്, സ്വീകരിക്കാനായിട്ട് ശങ്കിക്കേണ്ട, അവൾ പരസംഗം ചെയ്തതല്ല, അത് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയാണ്. ലോകത്തിലെ ജനത്തെ, അവന്റെ ജനത്തെ രക്ഷിക്കുവാനുള്ള രക്ഷകനായിട്ട് ദൈവപുത്രൻ അവതരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ യോസെഫ് അവളെ ഉപേക്ഷിക്കാതെ ചേർത്തുകൊള്ളുകയും പ്രസവത്തിന് ശേഷം അവർ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. പരസംഗം നിമിത്തം എന്ന് പറയുന്നത് വിവാഹത്തിന് മുൻപുള്ള തെറ്റുകളാണ്. ആ തെറ്റ് മുഖാന്തരം വിവാഹ ഉടമ്പടിയിൽ നിന്ന്, എഗ്രിമെന്റിൽ നിന്ന് മാറാം എന്നാണ്. ഒരിക്കലും വിവാഹത്തിന് ശേഷം വ്യഭിചാരം ചെയ്തതിന്റെ പേരിൽ ഭാര്യ ഉപേക്ഷിക്കാൻ ദൈവവചനം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സൂചന പോലും വേദപുസ്തകത്തിൽ ഇല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും കർത്താവ് തരുന്ന ആ ആലോചനയ്ക്കനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുകയും വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിലെ ഒരു ക്രൂശ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, അത് കർത്താവ് അനുവദിച്ചിരിക്കുന്ന നമ്മുടെ ക്രൂശാണ് എന്ന് മനസ്സിലാക്കി ആ ക്രൂശ് ചുമക്കുവാനായിട്ട്, അത് ആ ക്രൂശുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം, മലാക്കിലെ പ്രവചനത്തില് 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിവാഹമോചനം ദൈവം വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന
ഒരു കാര്യമാണ് വിവാഹമോചനം. അങ്ങനെയാണെങ്കിൽ അതേ തുടർന്നുണ്ടാകുന്ന വിവാഹം എത്രയധികമായി ദൈവം വെറുക്കും. കാരണം അത് വ്യഭിചാരമാണല്ലോ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരു കാരണവശാലും വിവാഹമോചനമോ പുനർവിവാഹമോ അതേ തുടർന്നുള്ള വിവാഹമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, നമ്മുടെ സ്ഥലം സഭകളിൽ ഉണ്ടാകരുത്. അത് നാം കർശനമായി പാലിക്കുവാൻ ആവശ്യമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും ഒരു സഹതാപവും ഒരു മാനുഷിക പരിഗണനയും നൽകുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല, അനുവദിക്കുന്നില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടത് ആവശ്യമാണ്. അതിലെ രണ്ടാമത്തെ കാര്യം നാം ചിന്തിച്ചത് പ്രേമ കല്യാണം എന്ന് പറയുന്ന ആ കല്യാണമാണ്. അഥവാ ലിവിങ് ടുഗദർ എന്നൊക്കെയാണ് അതിന്റെ ഓമന പേരിൽ പറയുന്നത്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അവിവാഹിതരായിരിക്കുന്ന രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നു. അവര് കുറെ നാൾ അങ്ങനെ ജീവിച്ച് അവർക്ക് പിരിയണമെന്ന് തോന്നുമ്പോൾ പിരിഞ്ഞു പോകാം. അങ്ങനെയുള്ള ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് ലിവിങ് ടുഗദർ ഉള്ളത്. അതിന്റെ അടിസ്ഥാനം പ്രേമം ആണ് എന്നും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രേമിച്ച് ആളുകൾ വിവാഹം ചെയ്യുന്നു. അതിനെക്കുറിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വാക്യമായിട്ടാണ് ഇരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. അവിടെ പറയുന്നത്, അത് നമുക്ക് ആ വാക്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ആ വാക്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാത്തതുമായ ഒരു വാക്യമാണ്. അത് ഇങ്ങനെ പറയുന്നു: ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ താന്താന്റെ പാത്രങ്ങളെ നേടുവാനായിട്ട് ഓരോരുത്തൻ വിശുദ്ധിയിലും മാന്യമായ രീതിയിലുമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാമവികാരത്തിലല്ല. പ്രേമം എന്ന് പറയുന്നത് ഇതിന് നേരെ എതിരായിരിക്കുന്ന കാര്യമാണ്. അതിലെ കാമവികാരമുണ്ട്, അതില് അശുദ്ധിയുണ്ട്, മാന്യത കുറവുണ്ട്, അപമാനകരമായ കാര്യങ്ങൾ അതിലുണ്ട്. അങ്ങനെ സ്ഥലം സഭാ കൂട്ടായ്മയിലുള്ള ഒരു യുവാവോ യുവതിയോ ആ നിലയിൽ വിവാഹിതരായാൽ ആ വിവാഹം, ആ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവരെ സ്ഥലം സഭ അംഗീകരിക്കുവാൻ പാടില്ല. അവരുടെ മേൽ അച്ചടക്ക നടപടി ഉണ്ടാകണം. അങ്ങനെ ഒരു വ്യക്തി പ്രേമിച്ച് സ്നേഹിച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആ ആൺകുട്ടിയോ സഭയിലേക്ക് കൊണ്ടുവന്നാൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കുവാനും സഭയ്ക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. സഭ അങ്ങനെ ചെയ്താൽ അത് അധർമ്മത്തിന് കൂട്ടുനിൽക്കുകയാണ്. അങ്ങനെയുള്ളവർ അവരുടെ വഴിക്ക് പോകാനായിട്ട് അവരെ വിടുക. ഈ ലോകത്തിൽ അനേക സാധ്യതകളുണ്ട്. രജിസ്റ്റർ ഓഫീസുണ്ട്, രജിസ്റ്റർ ചെയ്ത് അവർ ജീവിക്കട്ടെ. എന്നാൽ ആ കാര്യത്തിൽ മാതാപിതാക്കളുടെയും സഭാ നേതൃത്വത്തിന്റെയും മുഖം രക്ഷിക്കാൻ വേണ്ടി പലരെയും മറച്ചു വെച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് ആ വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി കല്യാണം നടത്തി കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അതിന് ഞാൻ പറയുന്നത് മുക്കിപ്പൊക്കി കല്യാണം നടത്തുക എന്നാണ്. അത് അങ്ങേയറ്റം വഞ്ചനാപരമായ കാര്യമാണ്. വചനത്തോട് കാണിക്കുന്ന അനീതിയാണ്. വചനത്തിൽ വ്യക്തമായ ഉപദേശമുള്ളപ്പോൾ അങ്ങനെ തെറ്റായിരിക്കുന്ന ജഡീക ചിന്തയോടുകൂടെ മുന്നോട്ട് പോയി അശുദ്ധിയിലും അപമാനത്തിലും നിർവഹിക്കപ്പെടുന്ന ഒരു വിവാഹം ഒരിക്കലും ദൈവസഭയുടെ പ്രാദേശിക കൂടിവരവ് അംഗീകരിച്ചു കൊടുക്കുവാൻ പാടില്ല. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഈ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ എനിക്ക് ഓർപ്പിക്കാനുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളത് വളരെ ആവശ്യമാണ്. അതിന് വിദേശത്ത് മറ്റു പല സ്ഥലങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ അയക്കുന്നു. ഇപ്പം അടുത്ത സമയത്തായിട്ട് വിദേശങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അവിടെ ചില പരിമിതികൾ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ ബാംഗ്ലൂരേക്കായാലും ചെന്നൈയിലേക്കായാലും നോർത്ത് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കായാലും നമ്മുടെ മക്കളെ അയക്കുമ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം നല്ല സ്ഥാപനമാണോ, പൈസ അവിടെ ഫീസ് കുറവുണ്ടോ എന്ന് മാത്രമാണ്. ആ കുഞ്ഞുങ്ങൾ അവിടെ പോയി പഠിച്ച് നല്ല ഭാവി ഉണ്ടാകാനായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ അയക്കുന്നു.
അവിടെ ആരാധനയുണ്ടോ, ആരാധനയ്ക്ക് സൗകര്യമുണ്ടോ, ആത്മീയ കൂട്ടായ്മയ്ക്ക് സൗകര്യമുണ്ടോ, ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പലരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കുന്നവരും ചെയ്യുന്നവരും പലരുമുണ്ട്. എന്നാൽ പലരും ആ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ പോയി 4 വർഷമോ 5 വർഷമോ അവരുടെ കോഴ്സ് തീരുന്നത് വരെ ആരാധനയില്ല, ആത്മീയ കൂട്ടായ്മയില്ല. അവിടെയുള്ള അക്രൈസ്തവരുമായിട്ടോ അല്ലെങ്കിൽ അവിശ്വാസികളുമായിട്ടോ ഉള്ള കൂട്ടും ബന്ധവുമാണുള്ളത്. അവിടെ അവര് ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ആളില്ലാതെ അവരുടെ സ്വന്തം താല്പര്യമനുസരിച്ച് പോകുമ്പോൾ അവരുടെ യൗവനം ആ വനത്തിൽ അവർ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അഥവാ തെറ്റായിരിക്കുന്ന പല കാര്യങ്ങളും അവര് ഉണ്ടാക്കി എന്ന് വരാവുന്നതാണ്. അങ്ങനെ വരുന്ന ആളുകളെ സ്ഥലം സഭയിൽ കൊണ്ടുവന്ന് അവരെ സ്നാനപ്പെടുത്തി കല്യാണം നടത്തി കൊടുക്കുന്നത് ഒരു സ്ഥലം സഭയ്ക്കും ഭൂഷണമല്ല. ദൈവവചനത്തിന് അത് എതിരായ കാര്യമാണ് എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. പല ആളുകളും ഇന്ന് കണ്ണുനീരൊഴുക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ കാലത്ത് അവരുടെ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ച് ആത്മീയ കൂട്ടായ്മയോ ആത്മീയമായിരിക്കുന്ന യാതൊരു ഉത്തേജനം ലഭിക്കുന്ന സാഹചര്യങ്ങളും നോക്കാതെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടാക്കി വിദ്യാഭ്യാസം നടത്തി അവർ പഠിച്ചു വരുമ്പോഴത്തേക്കും അവര് ആത്മീയ ലോകത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളുണ്ട്. ഒരിക്കൽ ഒരു മാതാവ് എന്നോട് വളരെ കണ്ണുനീരോടുകൂടെ പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്, 3 ആൺമക്കളാണ്. ഒരു വ്യക്തി പോലും ഞങ്ങളുടെ കൂടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനായിട്ട് വരാറില്ല. അവരെ അതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടി വളരെയധികം ഞങ്ങൾ അധ്വാനിച്ചു. ഞങ്ങളുടെ അധ്വാനം മുഴുവൻ അവരുടെ വിദ്യാഭ്യാസത്തിനും ഭൗതിക കാര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഒരാള് ഒരു യാക്കോബായിലെ ഒരു പെൺകുട്ടിയെ കെട്ടി വിശ്വാസത്തിൽ നിന്ന് പോയി. രണ്ടാമത്തെ ആള് ഒരു അക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരു പെൺകുട്ടിയെ സ്വീകരിച്ചു, അവൾ പോയി. മൂന്നാമത്തെ ഒരു പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പെന്തക്കോസ്റ്റിലേക്ക് പോയി. ആ മാതാവിനും പിതാവിനും അവരോട് ഒരുമിച്ച് മുട്ടുമടക്കുവാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ മക്കളിൽ ആരെയും കിട്ടിയില്ല എന്നുള്ളത് കണ്ണുനീരോടുകൂടെ പറഞ്ഞ കാര്യമാണ്. അവർ ദുഃഖിക്കുന്നത്, ഞങ്ങൾ ഇത് എത്രയും ശ്രദ്ധിച്ചില്ല, ഞങ്ങളുടെ മക്കളുടെ കാര്യം ആത്മീയമായി നല്ല രീതിയിൽ അവരെ നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആകുവാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് ശ്രദ്ധിക്കാം, അവരുടെ വിദ്യാഭ്യാസം നമുക്ക് ശ്രദ്ധിക്കാം, അവരുടെ ഭൗതിക ജീവിതം നമുക്ക് ശ്രദ്ധിക്കാം. അവർ ഒരിക്കലും ആത്മീയത വിട്ടുപോകാതെ, ഇതുപോലെയുള്ള കുടുക്കിൽ അവർ പെട്ടുപോകാതെ, ആ നിലയിലുള്ള പ്രേമം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ അവര് വീണു പോകുവാൻ ഇടയാകാതെ, ദൈവവചനപ്രകാരം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട്, ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് അവരുടെ ആലോചന പ്രകാരം അവരുടെ ഭാവി നിർണയിക്കുവാൻ അവർക്ക് മനസ്സുണ്ടാകുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. അത് സ്ഥലസഭയുടെ ആവശ്യമാണ്. സ്ഥലസഭ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഓർപ്പിച്ച് ആ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാം തെറ്റായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. മാരകമായ പാപമാണ് പല കാര്യങ്ങളും. അതിനോട് നാം അകന്നു നിൽക്കണം. സ്ഥലസഭയ്ക്ക് അതുമായി യാതൊരു പങ്കും ഉണ്ടാകുവാൻ പാടില്ല. ഒരു പ്രോത്സാഹനവും സ്ഥലം സഭകൾ കൊടുക്കുവാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്തത് നാം 3-ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. 1-ാമത്തെ കാര്യം ഒരിക്കലായി ലഭിച്ച അതിവിശുദ്ധ വിശ്വാസം എന്നുള്ളതായിരുന്നു. 2-ാമത്തേത് ദുരുപദേശത്തിന്റെ നുഴഞ്ഞുകയറ്റമായിരുന്നു. ആ നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇത് ഉപദേശവും ഉപദേശത്തിനപ്പുറം പ്രായോഗികവുമായ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ സ്ഥലം സഭകളിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇനി 3-ാമത്തെ കാര്യം ദുരുപദേശത്തിന് വരുന്ന ശിക്ഷാവിധി എന്നുള്ള വിഷയത്തിലേക്കാണ് നാം വരുന്നത്. ദുരുപദേശത്തിന് വരുന്ന ശിക്ഷാവിധി, ഇത് സംബന്ധിച്ച് യൂദ 3 ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ പുതിയ നിയമകാലത്തെ ഉപദേശപരമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമായിട്ട് പ്രത്യക്ഷത്തിലിരിക്കണമെന്നില്ല.
പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് യൂദ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കൊണ്ടെത്തിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിശ്രേഷ്ഠ ഉപദേശത്തിലേക്കാണ്. അതുകൊണ്ട് അത് നാം ചിന്തിക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെയുള്ളവർക്ക് വന്ന ശിക്ഷാവിധിയാണ് യൂദ എടുത്തു കാണിക്കുന്നത്. അവിടെ അതിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത് അവിശ്വാസവും അനുസരണക്കേടും. അപ്പോൾ ദുരുപദേശത്തിന് ലഭിച്ച ശിക്ഷാവിധിയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ജനം അവരുടെ അവിശ്വാസവും അവരുടെ അനുസരണക്കേട് നിമിത്തം അവർ നശിച്ചു പോകുവാനിടയായി തീർന്നു. രണ്ടാമത്തേത് അതിന്റെ 6-ാം വാക്യമാണ്. 6-ാം വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാർക്ക് വന്ന ശിക്ഷാവിധി. പാപം ചെയ്ത ദൂതന്മാർക്ക് വന്ന ശിക്ഷാവിധിയെ കുറിച്ചാണ് യൂദ ഇവിടെ രേഖപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് ദുർനടപ്പ് മുഖാന്തരമുണ്ടായ ശിക്ഷാവിധി. അന്യജഡം മോഹിച്ച് ദുർനടപ്പ് ചെയ്തതിന്റെ ഫലമായി അവർക്ക് വന്ന ശിക്ഷാവിധിയാണ് മൂന്നാമത്തെ കാര്യമായിട്ട് അതിന്റെ 7-ാം വാക്യത്തിൽ യൂദ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ കൊടുത്തിരിക്കുന്ന അതിന്റെ ഹെഡിങ് അവിശ്വാസവും അനുസരണക്കേടും അതിന്റെ ശിക്ഷാവിധി എന്നുള്ളതാണ്. കിബ്രോത്ത് ഹത്താവ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന് പറയുകയാണ് അവിടെ ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ടു എന്നാണ് അതിന്റെ അർത്ഥം. കിബ്രോത്ത് ഹത്താവ എന്നുള്ള പദത്തിന്റെ അർത്ഥം ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടു എന്നാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഈ അവിടെ കുഴിച്ചിടപ്പെട്ട ജനം ആരായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നത് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തികളോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്വന്തം ജനം. നോക്കുക, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവത്തെ അവർക്ക് വ്യക്തമായി മനസ്സിലാകത്തക്ക നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടന്നു. ബലമുള്ള കൈ അവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞു. നീട്ടിയ ഭുജം അവർ കണ്ടു. മഹാഭയങ്കര പ്രവൃത്തി, ദൈവത്തിന്റെ മഹാഭയങ്കര പ്രവൃത്തി അവർ മനസ്സിലാക്കി. അടയാളങ്ങൾ അവർക്ക് മനസ്സിലായി, കാണുവാൻ കഴിഞ്ഞു. അവർക്ക് അടയാളമായിട്ട് ദൈവം അനേക കാര്യങ്ങൾ നൽകി. അത് അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ അവരെ ആ ഇരുമ്പ് തീച്ചൂളയിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അങ്ങനെ അവരെ ആ തീച്ചൂളയിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന ആ ആദ്യ നാളുകൾ മുതൽ തന്നെ ആ ജനം ദൈവത്തിനെതിരായി സംസാരിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തോട് വലിയ പാപം ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ നിലയിൽ ദൈവത്തിന്റെ ജനം ചെയ്ത പാപം നിമിത്തം ദൈവം അവരെ ശിക്ഷിക്കുവാനിടയായി. ദൈവവചനത്തിൽ നാം വായിക്കുന്നത് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ 10 പ്രാവശ്യം ഇപ്പോൾ ഈ ജനം എന്നോട് മത്സരിച്ചു, എന്നെ പരീക്ഷിച്ചു, എന്റെ വാക്ക് കേട്ടില്ല. 10 പ്രാവശ്യം. നോക്കാം, മിസ്രൈമിൽ നിന്ന് വളരെ അത്ഭുതകരമായി ദൈവം അവരെ വിടുവിച്ച് മരുഭൂമിയിലൂടെ കൊണ്ടുവരുമ്പോൾ ദൈവത്തോട് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 10 പ്രാവശ്യം അവരെന്നോട് മത്സരിച്ചു, എന്നെ പരീക്ഷിച്ചു എന്ന് ദൈവം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങൾ, ഈ വിഷയത്തിൽ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ
1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 5 പ്രത്യേകമായ പാപങ്ങളെ കുറിച്ച്, ഇസ്രായേൽ ചെയ്ത 5 പ്രത്യേകമായ പാപത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 5 മുതൽ നമുക്ക് വായിക്കാം. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ഇവിടെ 5 കൂട്ടം കാര്യങ്ങൾ ആണ് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവര് ദൈവത്തെ കോപിപ്പിച്ചു അവരുടെ പ്രവർത്തനങ്ങളിലൂടെ. ഒന്നാമത്തേത് ദുർമോഹമാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 11-ന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് അത് നമുക്ക് കാണുന്നത്. ദൈവം നൽകിയ നന്മയെ തിരസ്കരിച്ച് ഈ ലോകത്തിന്റെ നിസാരങ്ങളായ കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. ശക്തിമാന്മാരുടെ അപ്പം നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. 78-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് മരുഭൂമിയിൽ അവർക്ക് കൊടുത്ത മന്ന എന്ന് പറയുന്ന ആ ഭക്ഷണം, അത് ശക്തിമാന്മാരുടെ ഭക്ഷണമാണ്, സ്വർഗീയ ധാന്യമാണത്. ആ ഭക്ഷണം അവർക്ക് നൽകിയിട്ട് അവര് അത് വേണ്ട എന്ന് വെച്ച് അവര് തിരിഞ്ഞ് അവർ മിസ്രൈമിൽ അനുഭവിച്ച വെള്ളരിക്കായും മത്തങ്ങായും ചിറ്റുള്ളിയും ചുവന്നുള്ളിയുമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. നോക്കുക, ജനം അവരുടെ മനസ്സിന്റെ ആ ദുഷ്ടത, ദൈവം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സാധനങ്ങളെ വർജിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട്, ഇത് ഞങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്നു, ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇതുകൊണ്ട് ഞങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ദൈവത്തിന്റെ നന്മയെ അവർ തള്ളിക്കളയുക. എന്നിട്ട് അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ ചുറ്റുപാടുകൾ. ഇവിടെയുള്ള മത്തങ്ങായും വെള്ളരിക്കായും, ഈ വെള്ളരിക്കായ്ക്കകത്ത് എന്താ ഉള്ളതെന്ന് നമുക്കറിയാം. മത്തങ്ങായ്ക്കകത്ത് എന്തുണ്ട്? യാതൊരു പോഷക ഗുണവുമുള്ള വസ്തുക്കളല്ല അതെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ചിറ്റുള്ളി, ചുവന്നുള്ളി. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ പോഷണമുള്ള, ഇത് ഭക്ഷിച്ച് ശക്തി പ്രാപിച്ചിരിക്കുന്ന ആളുകൾ, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമായ മന്നയാണ് ദൈവം അവർക്ക് നൽകുന്നത്. അത് പോഷണമുള്ളതാണ്, അത് ശക്തി തരുന്നതാണ്, അത് ബലം തരുന്നതാണ്, അത് ഓജസ്സും തേജസ്സും തരുന്നതാണ്. അതിനെ വിട്ടിട്ട് അവർ ഭൗതിക കാര്യങ്ങളെ മോഹിക്കുകയാണ്. 10 കൽപ്പന അവർക്ക് ദൈവം കൊടുത്തപ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ മോഹിക്കരുത്, കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്, ഈ ലോകത്തിലെ വസ്തുവകൾ മോഹിക്കരുത്. ഇതെല്ലാം മോഹിക്കരുത് എന്ന് പറയുന്ന കൽപ്പന ആണ് ദൈവം അവർക്ക് നൽകിയത്. ഈ കൽപ്പന ഉള്ളപ്പോൾ തന്നെയാണ് അവർ സകലവിധ മോഹങ്ങൾക്കും അധീനരായി അവര് പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു: കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതെല്ലാം മോഹമാണ്. ഇതേ 3 കാര്യങ്ങളാണ് ഏദൻ തോട്ടത്തിൽ ഹവ്വായുടെ അടുക്കൽ സാത്താൻ കൊണ്ടുവച്ചത് എന്ന് നമുക്കറിയാം. കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായത്. നമുക്ക് കൺമോഹം, കാണുവാൻ നല്ലതാണ് ആ വൃക്ഷത്തിന്റെ ഫലം. എന്താ അത് ഫലം? അത്
നല്ലതായി തോന്നാൻ കാരണം ദൈവം അതിനെ വിലക്കിയതാണ്. ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലമാണ്, അത് തിന്നരുത്. എന്താ ദൈവം അങ്ങനെ പറയാൻ കാരണം? നന്മ എന്താണെന്ന് അവർക്കറിയാം. അവർ നന്മയിലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ തിന്മ അവർക്ക് അറിഞ്ഞുകൂടാ. തിന്മ അവരിലില്ല, നന്മ മാത്രമുള്ളവരാണ്. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞത്, നീ തിന്മ അന്വേഷിക്കാൻ പോകരുത്. തിന്മ എന്താണെന്ന് നീ അറിയണ്ട, അത് അന്വേഷിക്കുവാനായിട്ട് നീ പോകരുത് എന്നാണ് ദൈവം അവനോട് കൽപ്പിച്ചത്. പക്ഷേ അവൻ അറിയുവാനായിട്ട് സാത്താൻ പ്രേരണ കൊടുത്തത്, അവൻ പ്രലോഭിപ്പിച്ചത് നീ തിന്മ എന്താണെന്ന് അറിയണമെന്നാണ്. നീ ഇതറിയണം, അപ്പോൾ നീ ദൈവത്തെ പോലെയാകും. നോക്ക, എന്തൊരു വശീകരണ ശക്തിയാണ്. ഇന്ന് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഈ തിന്മയുടെ ഉറവിടം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിശുദ്ധന്മാരെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കളും അവരുടെ കയ്യിലിരിക്കുന്ന ചെറിയൊരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നല്ല 1% ആളുകളും അതിലെ മുഴുവൻ കാര്യങ്ങളും കാണാനായിട്ട് അവരിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ, പാതിരായ്ക്കുമൊക്കെ അവർ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തെ മ്ലേച്ഛതകൾ, മൊബൈൽ ഫോൺ ഏറ്റവും നല്ല ഒരു സംഗതിയാണ്, മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. പക്ഷെ അതിലെ ഏറ്റവും മോശമായിരിക്കുന്ന കാര്യങ്ങളും അതിലുണ്ട്. ഈ മൊബൈൽ ഫോണിലെ കാര്യങ്ങൾ നിമിത്തം ആത്മഹത്യ ചെയ്തവർ എത്രയോ അധികമാണ്. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ട് മുമ്പിൽ ഒരു ഫിസിയോതെറാപ്പി കോളേജ് ഉണ്ട്. നഴ്സിംഗ് കോളേജാണ്, ഫിസിയോതെറാപ്പി കോളേജ്. ആ ഒരു 3-4 മാസത്തിന് മുമ്പ് ഫിസിയോതെറാപ്പി കോളേജിലെ നമ്മുടെ ഒരു സഹോദരി അവിടുത്തെ പ്രൊഫസറാണ്. അവിടെ ഒരു കൊച്ച് ഈ മൊബൈൽ ഫോണിലെ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയതിന്റെ ഫലമായി അവൾ ആത്മഹത്യ ചെയ്യേണ്ടി തോന്നി. അവൾ ചെയ്യാൻ ആഗ്രഹിച്ചതല്ല, ആ ആത്മഹത്യയിൽ അവള് ആ മരണത്തിലേക്ക് വീണു പോകുവാനിടയായി. അങ്ങനെ എത്രയെത്ര ആളുകൾ ഈ മൊബൈൽ ഫോണിന്റെ ദുഷിച്ച ഫലത്തിന്റെ വ്യക്താക്കളായി, അല്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നവരായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനും വളരെ നികൃഷ്ടമായ ജീവിതത്തിലേക്ക് കടന്നു പോകുവാനും ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ നാം വിശ്വാസികളായ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ ഇതേ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്മയുടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹവ്വ തിന്മയുടെ ഗവേഷണം നടത്തുവാനായിട്ട് ആ ഫലത്തിലേക്ക് നോക്കുകയും ആ ഫലം പറിച്ച് തിന്നുകയും ചെയ്തതുപോലെ ഇന്ന് വളരെ മോശമായിരിക്കുന്ന ജീവിത രീതിയിലേക്ക് ഈ മൊബൈൽ ഫോൺ മുഖാന്തരം കടന്നു പോകുന്ന അനേകരുണ്ട്. പ്രായവ്യത്യാസമില്ലാതെ എത്രയോ പേർ വഞ്ചിക്കപ്പെട്ടു, എത്രയോ പേർ ചതിവിൽപ്പെട്ടു, എത്രയോ പേർക്ക് അപകടം സംഭവിച്ചു, എത്രയോ പേരുടെ പണം പോയി. ഇങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. നാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് നമ്മെയും ജഡീകത്വത്തിലേക്കും അനാത്മീയത്വത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആദാം ഹവ്വമാര് തിന്മയുടെ ഗവേഷണം നടത്തുകയായിരുന്നു. ഇത് വേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ നിലയിൽ നാം തിന്മയുടെ പുറകെ പോകുവാൻ പാടില്ല. അങ്ങനെ ആ തിന്മയുടെ പുറകെ പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ പോകുന്നെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നാം വളരെ വിവേകത്തോടുകൂടെ, ബുദ്ധിയോടുകൂടെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം മുന്നേറേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കതിൽ പരാജയം സംഭവിച്ചുകൂടാ. നമ്മൾ ഒരിക്കലും നന്മ, ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ട് തിന്മയിലേക്ക് നാം പോകുവാനിടയാകാതെ, തിന്മയിലേക്ക് തിരിഞ്ഞു പോകുവാനിടയാകാതെ ആ സ്വർഗീയമായ ഭോജനം കഴിച്ച് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുകയും ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ജഡമോഹം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആ പഴം തിന്നാൻ നല്ലതാണെന്ന് അവൾ കണ്ടു.
മനോഹരമാണെന്ന് കണ്ടു. ഇനി അതിലൂടെ ജീവനത്തിന്റെ പ്രതാപം, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണെന്ന് കണ്ടു. ഉന്നതമായ ജീവിതത്തിലേക്ക് വരുവാൻ എനിക്ക് കഴിയുമെന്നുള്ള തോന്നൽ. ഇതേ 3 കാര്യങ്ങളാണ് സാത്താൻ നമ്മുടെ കർത്താവിന്റെ അടുക്കലും കൊണ്ടുവന്നത്. നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ച പരീക്ഷണം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കല്ല് അപ്പമായി തീരാൻ പറ. നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ജഡമോഹമാണ്. ജഡത്തിന് ആവശ്യമുള്ളതാണ് ഭക്ഷണം. നീ ഭക്ഷണം കഴിക്കണം, ജഡമോഹം. രണ്ടാമത് കർത്താവിനോട് പറഞ്ഞത്, നീ ആ വലിയ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴോട്ട് ചാടണം. നിന്നെ നിന്റെ ദൂതന്മാർ കാത്തുകൊള്ളും, അവര് നിന്നെ കൈകളിൽ വഹിക്കും. നീ ആരാണ്? വലിയ ആളാണ്, നീ ദൈവപുത്രനാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം ഉന്നതമാണ്. ആ ജീവനത്തിന്റെ പ്രതാപമാണ് അത് കാണിക്കുന്നത്. മറ്റേത് ലോകത്തെ മുഴുവൻ കാണിച്ചു, ഉയർന്ന മലയിൽ കൊണ്ടുപോയിട്ട്. കൺമോഹം. നീ കണ്ടോ, ഇതെല്ലാം എന്റേതാണ്. ആരോടാ പറയുന്നത്? നിന്റെ സൃഷ്ടാവായിരിക്കുന്ന, ഉടമസ്ഥനായിരിക്കുന്ന നമ്മുടെ കർത്താവിനോട് അവൻ പറയുകയാണ്, ഇതെല്ലാം എന്റേതാണ്, നിനക്ക് തന്നേക്കാം, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. കൺമോഹം. അവൻ പറഞ്ഞ കാര്യം ഒരളവിൽ ശരിയാണ്. ഇന്ന് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്, അവന്റെ കസ്റ്റഡിയിലാണ്. അവൻ അതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6 മുതലുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട് 7 മുദ്രയിട്ട ഒരു പുസ്തകമായ മുദ്രകൾ പൊട്ടിക്കുന്നതും. ഈ മുദ്ര പൊട്ടിക്കുന്നത് നമുക്കിങ്ങനെ ചിന്തിക്കാം. ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്ന ഭൂമി, അതിന്റെ ആധാരം ദൈവത്തിന്റെ പക്കലുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ആധാരം എഴുതി മുദ്രയിടണം. അങ്ങനെ മുദ്രയിട്ട ആ മുദ്ര അടങ്ങുന്ന 7 മുദ്രയിട്ട പുസ്തകം, ആ ഡോക്യുമെന്റ് ദൈവത്തിന്റെ കയ്യിലുണ്ട്, ദൈവത്തിന് ഉണ്ട്. എന്നാൽ അതിന്ന് കാലഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് സാത്താൻ അവൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്, അവന്റെ കൈവശം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ കൈവശത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ ഈ 7 മുദ്രകൾ പൊട്ടിച്ച് ഇത് ദൈവത്തിൻ്റെതാണെന്ന് സ്ഥാപിക്കണം. അതാണ് 7 മുദ്രകൾ പൊട്ടിക്കുന്നതിന്റെ ആവശ്യമെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും സാത്താന് അവന് ഏൽക്കുന്ന ഓരോ പ്രഹരമായിട്ടാണ് അതിരിക്കുന്നത്. അങ്ങനെ 7 മുദ്രകൾ പൊട്ടിച്ച് ഭൂമി ഇതാ പിതാവിനും കുഞ്ഞാടിനും അവന്റെ രാജ്യം സ്വന്തമായിരിക്കുന്നു, അവരുടെ ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനവും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി അവന്റേതാണ്, എന്റേതാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാത്താന്റെ അധീനതയിലാണ് നാമും ജീവിക്കുന്നത്. ഇവിടെ നാം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും, നാം വീണു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും നമ്മിൽ ഉണ്ടാകുവാൻ ഇടയാകാതെ നാം ജീവിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് നാം വളരെ കരുതലുള്ളവരായിട്ട് നാം ജീവിക്കണം എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടിയ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കണം. അതിനായിട്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം എന്നുള്ളത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടിരിക്കുന്നു. വിശ്വാസികൾ പലപ്പോഴും ഇത് അത്രയധികം ശ്രദ്ധിക്കാതെ മുന്നോട്ട് വിടുന്ന ഒരു സ്ഥിതി അതിനുണ്ട്. അത് നമ്മൾ ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്, ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കണം, ഈ ഭൂമിയിലുള്ളതല്ല. ഈ ഭൂമിയിലുള്ളതല്ല നാം അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളതാണ്. അവിടെയാണ് നമ്മുടെ കർത്താവുള്ളത്. കർത്താവുള്ള ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഈ ഭൂമിയിൽ നമുക്ക് വേണം. നമുക്ക് ദാവീദ് പറയുന്നത് പോലെ, എനിക്ക് ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി. ഞാന് പട്ടിണി കിടന്ന് മോഷ്ടിച്ചിട്ട് ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകരുത്. ഞാൻ വലിയ ധനികനായിട്ട് ഞാൻ ദൈവത്തെ മറുതലിച്ച് ദൈവത്തോട് അകന്നുപോയി ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകരുത്. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി. അത് വേണം നമുക്ക്. അത് കർത്താവിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് തരും. മുമ്പേ എന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത നല്ല കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആ പിതാവിൽ നമുക്ക് ആശ്രയം വെച്ച് മുന്നോട്ട് പോകാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം അവിടെ നാം കാണുന്നത്,
വിഗ്രഹാരാധനയാണ്. 1 കൊരിന്ത്യർ 10-ാം 7 അവിടെ ആദ്യം നാം കാണുന്നത് നാം ദുർമോഹികളായിരിക്കും, മോഹിക്കരുത്, മോഹം. രണ്ടാമത്തേത് വിഗ്രഹാരാധനയാണ്. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലാകട്ടെ, താഴെ ഭൂമിയിലാകട്ടെ, ഭൂമിക്കടിയിൽ സമുദ്രത്തിലാകട്ടെ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20-4-6 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ആരും വിഗ്രഹം ഉണ്ടാക്കി വെച്ച് നമസ്കരിക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ആളുകൾ, സമുദായക്കാരായിരിക്കുന്ന ആളുകൾ, നാമധേയ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ, അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനെ നമസ്കരിക്കുന്ന സ്ഥിതിയുണ്ട്. സ്വർഗത്തിലുള്ളതെന്ന് ഉള്ളത് പാടില്ല എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെതെന്ന് പറഞ്ഞ് രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവിന്റെ രൂപമാണ് അത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം കർത്താവിന്റെ ഫോട്ടോ എടുത്താരും വെച്ചിരുന്നില്ല, കർത്താവിന്റെ ഫോട്ടോ ആരും വരച്ചു വെച്ചിരുന്നുമില്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൈക്കലാഞ്ചലോ ആണ് തന്റെ ഭാവനയിൽപ്പെട്ട ഒരു യഹൂദനെ വരച്ചു വെച്ച് യേശുവിന്റെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞ് നമ്മെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് യേശുവിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് കാണുന്ന പല ഫോട്ടോകളും പല രൂപത്തിലുള്ളതാണ്. ഒരേ രൂപം ഒന്നിനുമില്ല. അങ്ങനെ യേശുവിൻ്റെതല്ലാത്ത ഫോട്ടോ വെച്ച് യേശുവിൻ്റെതാണ് എന്ന് പറഞ്ഞ് അതിന് നമസ്കരിക്കുന്നവരുണ്ട്. അതുപോലെ മറ്റ് വിശുദ്ധന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് അവിടെ മുമ്പിൽ മുട്ടുകുത്തുകയും അതിനെ നമസ്കരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ആ വിഗ്രഹങ്ങൾ പാടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് ദൈവത്തിന്റെ സ്ഥാനം മറ്റെന്തിനെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. ദൈവത്തിന്റെ സ്ഥാനം മറ്റെന്തിനെങ്കിലും കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതെ മറ്റെന്തിനെങ്കിലും നാം ഉപയോഗിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. ഇത് രണ്ടും നാം ശരിയായ നിലയിൽ ഒന്ന് വിശകലനം ചെയ്താൽ, നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ, നമ്മളൊക്കെ എത്രയോ വലിയ വിഗ്രഹാരാധികളാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. നാം വിഗ്രഹാരാധികളായി തീരുവാൻ പാടില്ല. അഹരോൻ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതനായിരുന്ന അഹരോൻ ജനത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു. അത് ഒരു കാളക്കുട്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. യൊരോബെയാം എന്ന് പറയുന്ന ശലോമോന്റെ ദാസൻ, അവനെ ആ ദാസ്യത്വത്തിൽ നിന്ന് ദൈവം ഉയർത്തി ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ ഭരിക്കാനായിട്ട് വിട്ടുകൊടുത്തു, അവിടുത്തെ രാജാവാക്കി. അവനും ഉണ്ടാക്കി 2 കാളക്കുട്ടികളെ. എന്തുകൊണ്ടാണ് ഈ കാളക്കുട്ടികളെ ഇവരുണ്ടാക്കുവാൻ കാരണം? മിസ്രൈമ്യ ആരാധിക്കുന്ന, വണങ്ങുന്ന, നമസ്കരിക്കുന്ന അവരുടെ ദൈവം എന്ന് പറയുന്നത് ആപ്പിസ് എന്ന പേരിലും നെംഫിസ് എന്ന പേരിലും അറിയപ്പെടുന്ന 2 കാളകളാണ്. നെംഫിസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യരൂപത്തിൽ തല കാളയുടെ തലയും, മറ്റതൊരു കാള, ജീവനുള്ള കാളയുമാണ്. ആപ്പിസ് എന്ന് പറയുന്നത് ജീവനുള്ള കാളകളാണ്. അതാണ് അവരുടെ ആരാധനാമൂർത്തികൾ. മിസ്രൈമിൽ നിന്ന് പരിചയിച്ചു വന്ന ആ പരിചയമാണ് അഹരോനിലും അതുപോലെ യൊരോബെയാമിലും ഉണ്ടായത്. അവരെ കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി ജനത്തെ കൊണ്ട് അവയെ നമസ്കരിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു. ഇതിന്റെ മിസ്രൈമ്യ ആ ദൈവങ്ങളുടെ ആരാധനാമൂർത്തികളുടെ അനുകരണമാണ് ഇസ്രായേൽ മക്കൾ ചെയ്തത്. അത് വലിയ പാപമാണ്. അതുകൊണ്ട് അതിന് വന്ന ശിക്ഷ എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവചനം വിട്ടു പോകുന്നെങ്കിൽ അതിന് ശിക്ഷ, തെറ്റായ ഉപദേശങ്ങളിലേക്ക്, തെറ്റായ ജീവിത മാർഗത്തിലേക്ക് പോകുന്നെങ്കിൽ അതിന്റെ ശിക്ഷാവിധി നമുക്ക് വരാൻ പോകുന്നു. അതിനിടയാകാതിരിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വളരെ വിനയത്തോടെ, ബഹുമാനത്തോടുകൂടെ ദൈവവചനം സത്യസന്ധമായി പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ബാക്കി കാര്യങ്ങൾ
അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.